ശരിക്കും കാബത്തിന്റെ ഉള്ളിലേക്ക് അല്ല അറബിലേക്ക് കടക്കേണ്ട ബാബുസലാമിലൂടെ. ബാബുസലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുൻപ് ചരിത്രമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കഅബയുടെ പുനർനിർമ്മാണ പ്രവർത്തനം നടത്തിയൊരു ചരിത്രം പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ഹജറുൽ അസ്വദ് വെക്കുന്ന ആ സമയത്ത് എന്ത് ചെയ്തു? ആര് വെക്കും എന്നതിനെ പറ്റി തർക്കത്തിലാവുകയും ഈ തർക്കത്തിലായ സമയത്ത് അവസാനം ഇവരെല്ലാം ഒരു തീരുമാനത്തിലെത്തി. ഈ ഡോറിലൂടെ ആദ്യമായി ആരാണോ കടന്നു വരുന്നത് ആ കടന്നു വരുന്ന ആളതിന് തീരുമാനം പറയും. അതൊക്കെ ഓർമ്മ നിങ്ങൾ പണ്ട് മദ്രസ കേട്ട് നിങ്ങൾ കേട്ട് ഇതെല്ലാവരും കേട്ടാണ്. ആ ഡോറിന് ബാബു ബനീഷൈബ എന്നാണ് ഡോറ് പറയാം. ബാബു ബനീഷൈബ. ഇന്ന് ആ പറയുന്ന ഡോറിന്റെ പേരാണ് ബാബുസലാം. അതിന്റെ പേര് ബാബുസലാം. ബാബുസലാം. അപ്പൊ ബാബുസലാമിലൂടെയാണ് അത് കടന്നു വരേണ്ടത്. അപ്പൊ ഹജ്ജിന്റെ സമയത്ത് ചില സമയങ്ങളിൽ ബാബുസലാമിലൂടെ ഉള്ളിലേക്ക് കയറാൻ കഴിയും. അപ്പൊ നമ്മള് ബാബുസലാം ഈ ഭാഗത്തെ ബാബുസലാമിൽ ഇവിടുന്ന് നമ്മൾ കടന്നിങ്ങനെ വന്നു. കടന്നു വരുമ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യും? ഇങ്ങനെ വന്ന് കയറുമ്പോൾ ഈ കഅബത്തിന്റെ ഡോറിന്റെ ഭാഗത്തേക്ക് ഡോറിന്റെ